ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. നമ്മുടെ HSST കോമേഴ്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് കോർപ്പറേറ്റ് ഗവർണൻസ്. അതിലെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ വാട്ട് ഈസ് കോർപ്പറേറ്റ് ഗവർണൻസ്? Corporate governance is a framework of rules, relationships, systems, and processes within and by which authorities exercised and controlled in corporations. Corporations അല്ലെ, കോർപ്പറേറ്റുകൾ പാലിക്കേണ്ട റൂൾസും റിലേഷൻഷിപ്സും സിസ്റ്റംസും ഒക്കെ പറയുന്നതാണ് എന്ത്? കോർപ്പറേറ്റ് ഗവർണൻസ്. കോർപ്പറേറ്റ് ഗവർണൻസിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ ആണ് അക്കോർഡിംഗ് ടു മിൽട്ടൺ ഫ്രൈഡ്മാൻ. അപ്പൊ ചോദിക്കാറുണ്ടല്ലേ കോർപ്പറേറ്റ് ഗവർണൻസിനെ ഇങ്ങനെ ഡിഫൈൻ ചെയ്തത് ആര്? അപ്പൊ ഇതൊന്ന് ഓർത്തിരിക്കുക, ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് ഓർത്തിരിക്കുക. അക്കോർഡിംഗ് ടു മിൽട്ടൺ ഫ്രൈഡ്മാൻ, കോർപ്പറേറ്റ് ഗവർണൻസ് ഈസ് ടു കണ്ടക്ട് ദ ബിസിനസ് ഇൻ അക്കോർഡൻസ് വിത്ത് ഓണർ ഓർ ഷെയർ ഹോൾഡേഴ്സ് ഡിസയേഴ്സ്. ഇദ്ദേഹം പറയുന്നത് എന്താണ്? മിൽട്ടൺ ഫ്രൈഡ്മാൻ എന്താണ് പറയുന്നത്? നമ്മൾ കോർപ്പറേറ്റ് ഗവർണൻസ് എന്തിന്റെ ബേസിസിൽ കണ്ടക്ട് ചെയ്യണമെന്നാണ് പറയുന്നത്? ഓണർ അല്ലെങ്കിൽ ഷെയർ ഹോൾഡറിന്റെ ഡിസയർ, അയാളുടെ താല്പര്യത്തിനനുസരിച്ച് പ്രവർത്തിക്കണമെന്നാണ് പറയുന്നത്. Which generally will be to make as much money as possible while conforming to the basic rules of the societies and embodied in law and local customs. ഇദ്ദേഹം എന്താണ്, മിൽട്ടൺ ഫ്രൈഡ്മാൻ എന്താണ് പറയുന്നത്? നമ്മുടെ കമ്പനിയുടെ കോർപ്പറേറ്റ് ഗവർണൻസ് എന്താ, കമ്പനിയുടെ ഓണർ അല്ലെങ്കിൽ ഷെയർ ഹോൾഡറിന്റെ താല്പര്യത്തിനനുസരിച്ച് വേണം പ്രവർത്തിക്കുവാനായിട്ട്. എന്താണ്, ഷെയർ ഹോൾഡർ എപ്പോഴും കമ്പനിക്ക് മണി അല്ലെ, പൈസ, ഇൻകം ഒക്കെ കൂടുതൽ വേണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണല്ലോ എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഇതൊരു ഓൾഡ് ഡെഫിനിഷൻ ആണ്, കാരണം ഷെയർ ഹോൾഡേഴ്സിന് ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്ന കാലത്തെ ഡെഫിനിഷൻ ആണ്. ഇപ്പോൾ നമ്മൾ ആർക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? സ്റ്റേക്ക് ഹോൾഡർ അല്ലെ. ഷെയർ ഹോൾഡർ അടങ്ങുന്ന പല ഗ്രൂപ്പുകളുണ്ട് അല്ലെ. കസ്റ്റമേഴ്സിനും എംപ്ലോയീസിനും എല്ലാവരെയും നമ്മൾ കൺസിഡർ ചെയ്യുന്നതാണ് സ്റ്റേക്ക് ഹോൾഡർ അപ്രോച്ച്. അടുത്തത് കാഡ്ബറി റിപ്പോർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാഡ്ബറി റിപ്പോർട്ടിൽ എങ്ങനെയാണ് കോർപ്പറേറ്റ് ഗവർണൻസിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? ദ സിസ്റ്റം ബൈ വിച്ച് കമ്പനീസ് ആർ ഡയറക്റ്റഡ് ആൻഡ് കൺട്രോൾഡ്. സോ ആരാണ് ഇത് ഡിഫൈൻ ചെയ്തത് എന്ന് ചോദിച്ചാൽ, ദ സിസ്റ്റം ബൈ വിച്ച് കമ്പനീസ് ആർ ഡയറക്റ്റഡ് ആൻഡ് കൺട്രോൾഡ്. ഹൂ ഡിഫൈൻഡ് കോർപ്പറേറ്റ് ഗവർണൻസ് ആസ് ദിസ് എന്ന് ചോദിച്ചാൽ ആരെയാണ് പറയേണ്ടത്? കാഡ്ബറി റിപ്പോർട്ട്. ദ നെക്സ്റ്റ് വൺ ഈസ് ദി കുമാർ മംഗലം ബിർള കമ്മിറ്റി. കുമാർ മംഗലം ബിർള കമ്മിറ്റി എങ്ങനെയാണ് ഇതിനെ ഡിഫൈൻ ചെയ്യുന്നത്? ദി എൻഹാൻസ്മെന്റ് ഓഫ് ദ ലോങ് ടേം ഷെയർ ഹോൾഡേഴ്സ് വാല്യൂ വൈൽ അറ്റ് ദ സെയിം ടൈം പ്രൊട്ടക്ടിങ് ദി ഇൻട്രസ്റ്റ് ഓഫ് അതർ ഷെയർ ഹോൾഡേഴ്സ്. കുമാർ മംഗലം ബിർള കമ്മിറ്റി കോർപ്പറേറ്റ് ഗവർണൻസിനെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? ഷെയർ ഹോൾഡേഴ്സിന്റെ വാല്യൂ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യണം, ഇംപ്രൂവ് ചെയ്യണം, അതോടൊപ്പം തന്നെ എന്തും ചെയ്യണം, മറ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സിനെയും കൂടെ കൺസിഡർ ചെയ്യണം എന്ന് പറഞ്ഞ ഡെഫിനിഷൻ ഏതാണ്? കുമാർ മംഗലം ബിർള കമ്മിറ്റി. ഇത്രയും ഡെഫിനിഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി 4 P's ഓഫ് കോർപ്പറേറ്റ് ഗവർണൻസ്. കോർപ്പറേറ്റ് ഗവർണൻസിലെ 4 P's ഏതൊക്കെയാണ്? പീപ്പിൾ, പർപ്പസ്, പ്രോസസ് ആൻഡ് പെർഫോമൻസ്. ചിലപ്പോൾ ഓപ്ഷനിൽ ചോദിക്കും അല്ലേ, കോർപ്പറേറ്റ് ഗവർണൻസിന്റെ 4 P'സിൽ ഉൾപ്പെടാത്തവ ഏത് എന്ന് ചോദിച്ചിട്ട് ഈ ഓപ്ഷൻ അഡ്ജസ്റ്റ് ചെയ്ത് തന്നു കഴിഞ്ഞാൽ ശ്രദ്ധിച്ച് ഓർത്തിരിക്കുക. പീപ്പിൾ, പ്രോസസ്, പീപ്പിൾ, പർപ്പസ്, പ്രോസസ്, പെർഫോമൻസ്. ഇതാണ് കോർപ്പറേറ്റ് ഗവർണൻസിന്റെ 4 P's. ഇത് ഈ ഒരു ഓർഡറിൽ തന്നെ ഓർത്ത് വെക്കുക. പീപ്പിൾ, പർപ്പസ്, പ്രോസസ്, പെർഫോമൻസ്. പീപ്പിൾ, പർപ്പസ്, പ്രോസസ്, പെർഫോമൻസ്. ദ നെക്സ്റ്റ് വൺ ഈസ് എവല്യൂഷൻ ഓഫ് കോർപ്പറേറ്റ് ഗവർണൻസ്. കോർപ്പറേറ്റ് ഗവർണൻസ് ഉണ്ടായതിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. ദ ടേം കോർപ്പറേറ്റ് ഗവർണൻസ് ഈസ് ഡിറൈവ്ഡ് ഫ്രം ദി ലാറ്റിൻ വേർഡ് ഗുബർ ബെയർ. ഗുബർ ബെയർ എന്ന് പറയുന്ന ലാറ്റിൻ വേർഡിൽ നിന്നാണ് കോർപ്പറേറ്റ് ഗവർണൻസ് എന്ന് പറയുന്ന വാക്ക് നമ്മൾ ഡിറൈവ് ചെയ്തിരിക്കുന്നത്. വിച്ച് മീൻസ്, എന്താണ് ഗുബർ ബെയർ എന്നതിന്റെ അർത്ഥം? വിച്ച് മീൻസ് ടു സ്റ്റിയർ ചെയ്യുക അല്ലെ. ഷിപ്പിന്റെ സ്റ്റിയറിംഗ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആ ഒരു അർത്ഥത്തിൽ നിന്നാണ് നമ്മൾ കോർപ്പറേറ്റ് ഗവർണൻസ് എന്ന് പറയുന്ന വാക്ക് വിഷ്വലി അപ്ലൈസ് ടു ദി സ്റ്റിയറിംഗ് ഓഫ് എ ഷിപ്പ്. ഓക്കെ. Thus, governance implies direction or control, which is one of the prominent functions of management. അല്ലെ, ഇപ്പൊ മാനേജ്മെന്റിന്റെ ഫംഗ്ഷൻ ആണല്ലേ കറക്റ്റ് ആയിട്ടുള്ള ഡയറക്ഷൻ കൊടുക്കുക എന്നുള്ളത്, കറക്റ്റ് ആയിട്ടുള്ള എന്താണ് കൺട്രോളിങ് ചെയ്യുക എന്നുള്ളത്. അപ്പൊ നല്ല പ്രോപ്പർ ഡയറക്ഷനും കൺട്രോളിങ്ങും കൊടുത്ത് ഡീവിയേഷൻസിലോട്ട് പോകാതെ ഒരു കമ്പനിയെ പിടിച്ചു നിർത്താൻ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കോർപ്പറേറ്റ് ഗവർണൻസിന് സാധിക്കും. അപ്പൊ എന്താണ് കോർപ്പറേറ്റ് ഗവർണൻസ് എന്ന് പറഞ്ഞാൽ? ഒരു കമ്പനി പാലിക്കേണ്ടതായിട്ടുള്ള, കോർപ്പറേറ്റുകൾ പാലിക്കേണ്ടതായിട്ടുള്ള നിയമങ്ങളും സിസ്റ്റംസും റൂൾസും പ്രോസസ്സുകളും ഒക്കെയാണ് എന്ത്? കോർപ്പറേറ്റ് ഗവർണൻസ്. Based on this meaning, the father of corporate governance, who is known as the father of corporate governance? Sir Adrian Cadbury. അതാണ് കാഡ്ബറി റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചില്ലേ. അപ്പൊ ആ ഡെഫിനിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് ശ്രദ്ധിച്ചോണം. അപ്പൊ സർ അഡ്രിയൻ കാഡ്ബറി ഈസ് നോൺ ആസ് ദി ഫാദർ ഓഫ് കോർപ്പറേറ്റ് ഗവർണൻസ്.
അദ്ദേഹം 1992 ഈ ഒരു ഡെഫിനിഷൻ പറഞ്ഞത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദ വേ ഇൻ വിച്ച് കമ്പനീസ് ആർ ഡയറക്റ്റഡ് ആൻഡ് കൺട്രോൾഡ്. കമ്പനീസ് ആർ ഡയറക്റ്റഡ് ആൻഡ് കൺട്രോൾഡ്. സോ കോർപ്പറേറ്റ് ഗവർണൻസ് അക്കോർഡിംഗ് ടു അഡ്രിയാൻ കാഡ്ബറി, ഹു ഈസ് നോൺ ആസ് ദി ഫാദർ ഓഫ് കോർപ്പറേറ്റ് ഗവർണൻസ്. അതുകൊണ്ട് ഈ തിയറി, ഈ ഒരു ഡെഫിനിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അദ്ദേഹം എന്താണ് പറയുന്നത്? ദ വേ ഇൻ വിച്ച് companies are directed and controlled. Corporate governance is the way in which companies are directed and controlled. Evolution of corporate governance. Corporate governance ന്റെ എവല്യൂഷനെ പറ്റി നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇനിഷ്യലി കോർപ്പറേറ്റ് ഗവർണൻസ് ഫോക്കസ്ഡ് പ്രൈമർലി ഓൺ പ്രൊട്ടക്ടിങ് ഷെയർ ഹോൾഡേഴ്സ് ഇൻട്രസ്റ്റ്. ആദ്യകാലങ്ങളിൽ ഷെയർ ഹോൾഡറിന് മാത്രമായിരുന്നു നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്, അല്ലെ? അപ്പൊ ഷെയർ ഹോൾഡറിന്റെ ഇൻട്രസ്റ്റുകളെ, അദ്ദേഹത്തിന്റെ താല്പര്യങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി കൊണ്ടുവന്ന റെഗുലേഷൻസ് അല്ലെങ്കിൽ റൂൾസും പ്രോസസ്സുകളും ഒക്കെയായിരുന്നു കോർപ്പറേറ്റ് ഗവർണൻസ് എന്ന് പറയുന്നത്. However, as corporate scandals emerged, such as Enron and WorldCom in the early 2000s, ഒരു ഏർലി 2000 കാലഘട്ടത്തിൽ ഒത്തിരി സ്കാൻഡൽസ്, ഒത്തിരി അഴിമതികളും കുംഭകോണങ്ങളും ഒക്കെ ഉണ്ടായി. എവിടെ? എൻറോൺ, വേൾഡ് കോം എന്നൊക്കെ പറയുന്നത് അമേരിക്കയിലെ കമ്പനികളൊക്കെയാണ്. അപ്പം അവിടുത്തെ ഇത്തരത്തിലുള്ള സ്കാൻഡൽസും പ്രോബ്ലംസും ഒക്കെ വന്നത് കൊണ്ട് തന്നെ എന്താണ്, ദർ വാസ് എ ഷിഫ്റ്റ് ടുവേർഡ്സ് ബ്രോഡർ സ്റ്റേക്ക് ഹോൾഡർ ഇൻട്രസ്റ്റ് ആൻഡ് ദി ഗ്രേറ്റർ ട്രാൻസ്പെറൻസി ആൻഡ് അക്കൗണ്ടബിലിറ്റി. അപ്പൊ എന്താണ്, കുറച്ചും കൂടി എന്താണ്, നമ്മുടെ കോർപ്പറേറ്റുകളിൽ കുറെ കൂടി ട്രാൻസ്പെറൻസിയും അല്ലെ, സുതാര്യത ഉണ്ടാവണം, അക്കൗണ്ടബിലിറ്റി ഉണ്ടാവണം, അല്ലെ, അക്കൗണ്ടബിൾ ആണ്, റെസ്പോൺസിബിലിറ്റിയും അക്കൗണ്ടബിലിറ്റിയും ഒക്കെ വരണം എന്നുള്ളൊരു ചിന്താഗതി അവിടെ നിന്നാണ് ഉൾത്തിരിയുന്നത്. ഈ ഒരു സ്കാൻഡൽസ്, എൻറോൺ ആൻഡ് വേൾഡ് കോമിൽ ഉണ്ടായ, കമ്പനീസിൽ ഉണ്ടായ സ്കാൻഡൽസ്, അവിടെ നിന്നാണ് കോർപ്പറേറ്റ് ഗവർണൻസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളൊരു ആശയം ഉരുത്തിരിഞ്ഞു വരുന്നത്. Early stages. In the early 20th century, corporate governance was primarily concerned with protecting shareholders' interest through legal mechanisms and financial report. ആദ്യ കാലങ്ങളിൽ ഷെയർ ഹോൾഡറിന്റെ ഇൻട്രസ്റ്റിനായിരുന്നു പ്രൊട്ടക്ഷൻ കൊടുത്തിരുന്നത്. ഇനി പിന്നീട് 1992 കാഡ്ബറി റിപ്പോർട്ടിന്റെ വർഷം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാഡ്ബറി റിപ്പോർട്ട് 1992. സർ അഡ്രിയാൻ കാഡ്ബറി ഈസ് നോൺ ആസ് ദി ഫാദർ ഓഫ് കോർപ്പറേറ്റ് ഗവർണൻസ്. അദ്ദേഹത്തിന്റെ റിപ്പോർട്ട് അതുകൊണ്ട് തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. 1992 ദി കാഡ്ബറി റിപ്പോർട്ട് ഇൻ ദി UK. കാഡ്ബറി റിപ്പോർട്ട് എവിടെയാണ്? രാജ്യവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം വേറെ കുറച്ച് റിപ്പോർട്ടുകൾ US ബേസ്ഡ് ഉണ്ട്. അതുകൊണ്ട് തന്നെ കാഡ്ബറി റിപ്പോർട്ട് ഏതാണ്? UK. അങ്ങനെ ഓർത്തിരിക്കുക. കാഡ്ബറി UK വന്ന റിപ്പോർട്ടാണ്. യുണൈറ്റഡ് കിങ്ഡം അല്ലെ, UK marks a turning point by emphasizing the importance of corporate governance in restoring investor confidence. എന്താണ്, ഇൻവെസ്റ്റേഴ്സിന്റെ ഒക്കെ കോൺഫിഡൻസ് കൂട്ടാനും ഒക്കെ വേണ്ടി നിലനിന്ന, അല്ലെ, അതിനെപ്പറ്റിയൊക്കെ പറഞ്ഞിരുന്ന ഒരു റിപ്പോർട്ടാണ് കാഡ്ബറി റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഇറ്റ് ഹൈലൈറ്റഡ് ദ പ്രിൻസിപ്പിൾസ് ഓഫ്, കാഡ്ബറി റിപ്പോർട്ട് എന്തൊക്കെയാണ് ഹൈലൈറ്റ് ചെയ്തിരുന്നത്? ട്രാൻസ്പെറൻസി, പ്രിൻസിപ്പിൾസ് ഓഫ് ട്രാൻസ്പെറൻസി, അക്കൗണ്ടബിലിറ്റി ആൻഡ് ദ റോൾ ഓഫ് ഇൻഡിപെൻഡന്റ് ഡയറക്ടേഴ്സ്. അപ്പം കാഡ്ബറി റിപ്പോർട്ട് എന്തിനൊക്കെയാണ് ഫോക്കസ് കൊടുത്തിരുന്നത്? ട്രാൻസ്പെറൻസി, അക്കൗണ്ടബിലിറ്റി ആൻഡ് ദ റോൾ ഓഫ് ഇൻഡിപെൻഡന്റ് ഡയറക്ടേഴ്സ്. ഇൻഡിപെൻഡന്റ് ഡയറക്ടേഴ്സിന്റെ റോളും എന്താണെന്ന് ഇതിലൂടെ വ്യക്തമായിട്ട് അദ്ദേഹം പറഞ്ഞു. ദ നെക്സ്റ്റ് വൺ ആണ് ഗ്രീൻബറി റിപ്പോർട്ട്. 1995 കാഡ്ബറി റിപ്പോർട്ട് 1992 ഗ്രീൻബറി റിപ്പോർട്ട് 1995 ഓർത്തിരിക്കുക. A hotly debated issue in the context of corporate governance was about the remuneration of directors. പിന്നീട് ഉണ്ടായ മറ്റൊരു പ്രോബ്ലം ആണ് എന്ത്? ഡയറക്ടേഴ്സിന്റെ റെമ്യൂണറേഷൻ, അല്ലെ, ഡയറക്ടേഴ്സിന് കൊടുക്കേണ്ട റെമ്യൂണറേഷനെ പറ്റി പിന്നെ കുറെ പ്രോബ്ലംസ് ഉണ്ടായി. ആൻഡ് ദി ഇഷ്യൂ വാസ് സ്റ്റഡിഡ് ഇൻ ദ ഗ്രീൻബറി റിപ്പോർട്ട്. ഗ്രീൻബറി കമ്മിറ്റിയിൽ എന്താണ് പ്രൈമറി എന്ത് ഇഷ്യൂ ആണ് ഇവർ സ്റ്റഡി ചെയ്തത്? ഡയറക്ടേഴ്സിന്റെ റെമ്യൂണറേഷൻ എത്ര വേണം, എങ്ങനെ വേണം, അതിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസിനെ പറ്റിയാണ് മെയിൻലി ഗ്രീൻബറി റിപ്പോർട്ട് സ്റ്റഡി ചെയ്തത്. ദിസ് കമ്മിറ്റി വാസ് ഓൾസോ സെറ്റപ്പ് ഇൻ UK. ഈ കമ്മിറ്റിയും എവിടെ? അപ്പൊ കാഡ്ബറി റിപ്പോർട്ടും കാഡ്ബറി കമ്മിറ്റിയും ഗ്രീൻബറി കമ്മിറ്റിയും എവിടെയാണ്? UK ബേസ്ഡ് ആണ്. ദിസ് ഈസ് എ റിപ്പോർട്ട് ഫ്രം എ സ്റ്റഡി ഗ്രൂപ്പ് ചെയർഡ് ബൈ സർ റിച്ചാർഡ് ഗ്രീൻബറി. ഇദ്ദേഹത്തിന്റെ പേരെന്താണ്? റിച്ചാർഡ് ഗ്രീൻബറി. ഇതിന്റെ ചെയർമാൻ ആയിരുന്നു ആര്? റിച്ചാർഡ് ഗ്രീൻബറി. ആ റിപ്പോർട്ട് കൊടുത്തത് ഏത് വർഷമാണ്? 1995. ഗ്രീൻബറി റിപ്പോർട്ട് 1995. ദി ബേസിക് റെക്കമെൻഡേഷൻസ് വേർ, ഗ്രീൻബറി റിപ്പോർട്ടിന്റെ ബേസിക് റെക്കമെൻഡേഷൻസ് എന്തൊക്കെയാണ്? അപ്പോയിന്റ്മെന്റ് ഓഫ് എ റെമ്യൂണറേഷൻ കമ്മിറ്റി. അപ്പൊ നമുക്കറിയാം, നമ്മൾ പറഞ്ഞല്ലേ, റെമ്യൂണറേഷൻ, ഡയറക്ടേഴ്സിന് കൊടുക്കേണ്ട റെമ്യൂണറേഷൻ ആയിരുന്നു അന്നത്തെ പ്രധാന വിഷയം. അതുകൊണ്ട് തന്നെ ഈ കമ്മിറ്റി പറഞ്ഞു, എന്ത് പറഞ്ഞു? ഒരു റെമ്യൂണറേഷൻ കമ്മിറ്റി നമ്മൾ അങ്ങ് അപ്പോയിന്റ് ചെയ്യണം. എന്തിന്? ടു ഡിറ്റർമൈൻ ഡയറക്ടേഴ്സ് റെമ്യൂണറേഷൻ. ഡയറക്ടറിന്റെ റെമ്യൂണറേഷൻ
ഡിറ്റർമൈൻ ചെയ്യാൻ കമ്പനികളിൽ എന്ത് വേണം, ഒരു റെമ്യൂണറേഷൻ കമ്മിറ്റി കൊണ്ടുവരിക. ആൻഡ് എ നോമിനേഷൻ കമ്മിറ്റി, പിന്നെ എന്ത് വേണം, ഒരു നോമിനേഷൻ കമ്മിറ്റി കൊണ്ടുവരിക ടു ഓവർസീ ന്യൂ അപ്പോയിന്റ്മെന്റ്സ് ടു ദ ബോർഡ്. കമ്പനിയുടെ ബോർഡിലേക്ക് പുതിയ അപ്പോയിന്റ്മെന്റ്, പുതിയ ആളുകൾ വരുമ്പോൾ നമ്മൾ അവർക്ക് നോമിനേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ തീരുമാനിക്കാൻ ഒരു നോമിനേഷൻ കമ്മിറ്റി വേണം. അപ്പം ഏത് കമ്മിറ്റിയാണ്? നോമിനേഷൻ കമ്മിറ്റി വേണമെന്നും അതോടൊപ്പം തന്നെ എന്താണ്, റെമ്യൂണറേഷൻ കമ്മിറ്റി വേണമെന്നും പറഞ്ഞത് ഏത് റിപ്പോർട്ടിലൂടെയാണ്? ഗ്രീൻബെറി റിപ്പോർട്ട്. The next one is OECD Guidelines 1998. ഇതിന്റെ വർഷവും ഓർത്തിരിക്കുക. ചിലപ്പം അറേഞ്ച് ഇൻ ക്രോണോളജിക്കൽ ഏജ്, കാഡ്ബറി 1992, ഗ്രീൻബെറി 1995, OECD ഗൈഡ്ലൈൻസ് എപ്പോഴാണ്? 1998. അപ്പം അറേഞ്ച് ക്രോണോളജിക്കൽ ഓർഡറിൽ അറേഞ്ച് ചെയ്യാനൊക്കെ ചോദിച്ചാൽ നമുക്ക് വർഷം ഒന്ന് ഓർത്തിരിക്കണം അല്ലേ. OECD ഫുൾ ഫോം എന്താണ്? ഓർഗനൈസേഷൻ ഫോർ എക്കണോമിക് കോപ്പറേഷൻ ആൻഡ് ഡെവലപ്മെന്റ്. The study group which advised OECD had representation from ഇത്രയും രാജ്യങ്ങളിൽ നിന്നുള്ള റെപ്രസെൻറ്റേറ്റീവ്സ് ചേർന്നിട്ടാണ് ഈ ഒരു OECD ഗൈഡ്ലൈൻസ് ഡെവലപ്പ് ചെയ്തത്. എവിടെ നിന്നൊക്കെ ഉണ്ടായിരുന്നു? US, ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി, ജപ്പാനിൽ നിന്നൊക്കെയുള്ള ആളുകൾ, റെപ്രസെൻറ്റേറ്റീവ്സ് ഉണ്ടായിരുന്നു. ഇവരെന്താണ് ഡെവലപ്പ് ചെയ്തത്? OECD ഹാസ് ഡെവലപ്ഡ് ഗ്ലോബൽ ഗൈഡ്ലൈൻസ് ആൻഡ് സർട്ടൻ കോർ പ്രിൻസിപ്പിൾസ് ഓഫ് കോർപ്പറേറ്റ് ഗവർണൻസ്. കോർപ്പറേറ്റ് ഗവർണൻസിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ഗ്ലോബൽ ഗൈഡ് ലൈൻസും കുറച്ച് കോർ പ്രിൻസിപ്പിൾസും കൊണ്ടുവന്നതാണ് ഇവിടെ OECD ഗൈഡ് ലൈൻസിലൂടെ. പല രാജ്യങ്ങളിൽ നിന്നുള്ള റെപ്രസെൻറ്റേറ്റീവ്സ് വന്ന് 1998 ഇത് കൊണ്ടുവന്നത്. The next one is Hampel Committee. This is also in 1998 ഹാമ്പൽ കമ്മിറ്റിയും വന്നത്. നോക്കിക്കേ, ദിസ് വാസ് ഓൾസോ എസ്റ്റാബ്ലിഷ്ഡ് ഇൻ UK. ഹാമ്പൽ കമ്മിറ്റിയും എവിടെയാണ്? UK നെയ്മഡ് ആഫ്റ്റർ സർ റൊണാൾഡ് ഹാമ്പൽ. ഹാമ്പൽ കമ്മിറ്റി ആരുടെ പേരിൽ അറിയപ്പെടുന്ന കമ്മിറ്റിയാണ്? റൊണാൾഡ് ഹാമ്പൽ. പിന്നെയോ, ദ റിപ്പോർട്ട് റിവ്യൂഡ് ദ സക്സസ് ഓഫ് കാഡ്ബറി ആൻഡ് ഗ്രീൻബെറി റിപ്പോർട്ട്. കാഡ്ബറി റിപ്പോർട്ടിന്റെയും ഗ്രീൻബെറി റിപ്പോർട്ടുകളുടെയും സക്സസിനെ പറ്റി, റിപ്പോർട്ടൊക്കെ വന്നിട്ട് എത്രമാത്രം സക്സസ്ഫുൾ ആയി എന്ന് പഠിക്കാൻ വന്ന കമ്മിറ്റിയാണ് ഏത്? ഹാമ്പൽ കമ്മിറ്റി അണ്ടർ സർ റൊണാൾഡ് ഹാമ്പൽ ഇൻ 1998. The report combined the two previous report. ഏതൊക്കെയാണ് two previous report? കാഡ്ബറി കമ്മിറ്റി റിപ്പോർട്ടും ഗ്രീൻബെറി കമ്മിറ്റി റിപ്പോർട്ടും. അത് രണ്ടിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെ കമ്പൈൻ ചെയ്തു, ഒരുമിപ്പിച്ചു. എന്നിട്ടോ ആൻഡ് റെക്കമെൻഡഡ് ക്രിയേഷൻ ഓഫ് എ കമ്പൈൻഡ് കോഡ്. അപ്പൊ കമ്പൈൻഡ് കോഡ് കൊണ്ടുവന്നത് ഏത് കമ്മിറ്റിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ഹാമ്പൽ കമ്മിറ്റി. അപ്പം എന്താണ്? ഗ്രീൻബെറി റിപ്പോർട്ടിന്റെയും കാഡ്ബറി റിപ്പോർട്ടിന്റെയും ഇമ്പോർട്ടൻ്റ് കാര്യങ്ങളെല്ലാം കൂട്ടിയിണക്കി ഒരു അതിനെ കമ്പൈൻ ചെയ്ത് കമ്പൈൻ കോഡ് കൊണ്ടുവന്നത് ഏത് കമ്മിറ്റി എന്നൊരു ചോദ്യം കണ്ടു കഴിഞ്ഞാൽ അതേതാണ്? ദാറ്റ് ഈസ് ഹാമ്പൽ കമ്മിറ്റി. ഹാമ്പൽ കമ്മിറ്റി മറ്റൊരു കാര്യം കൂടി ചെയ്തു. എന്താണ്? ഇറ്റ് ഓൾസോ മെയ്ഡ് റെക്കമെൻഡേഷൻസ് ഓൺ ഇംപ്രൂവിംഗ് കമ്മ്യൂണിക്കേഷൻസ് വിത്ത് ഷെയർ ഹോൾഡേഴ്സ്. ഷെയർ ഹോൾഡേഴ്സിന്റെ കമ്മ്യൂണിക്കേഷനെ പറ്റി സ്പെഷ്യൽ എംഫസൈസ് ചെയ്ത കമ്മിറ്റി ഏതാണെന്ന് ചോദിച്ചാൽ അതും ഏതാണ്? ഹാമ്പൽ കമ്മിറ്റി. ഓക്കെ, ദെൻ ഇനി നമ്മുടെ ഗ്ലോബലൈസേഷൻ, അപ്പൊ എവല്യൂഷൻ, കോർപ്പറേറ്റ് ഗവർണൻസിന്റെ എവല്യൂഷന് ഗ്ലോബലൈസേഷൻ എന്താണ് പങ്കുവഹിച്ചത്? ഗ്ലോബലൈസേഷൻ ആൻഡ് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ്. ദ റൈസ് ഓഫ് ഗ്ലോബലൈസേഷൻ ലെഡ് ടു ദ അഡോപ്ഷൻ ഓഫ് ഇന്റർനാഷണൽ കോർപ്പറേറ്റ് ഗവർണൻസ് സ്റ്റാൻഡേർഡ്സ്. നമുക്കറിയാം അല്ലെ, OECD ആണ് കോർപ്പറേറ്റ് ഗവർണൻസിന്റെ ഗ്ലോബൽ സ്റ്റാൻഡേർഡ് ഒക്കെ പറയുന്നത്. OECD ഗൈഡ് ലൈൻസ് ആണ്. നമ്മൾ പറഞ്ഞു OECD എന്താണ്? ഓർഗനൈസേഷൻ ഫോർ എക്കണോമിക് കോപ്പറേഷൻ ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നതാണ്. അതിനകത്ത് പ്രിൻസിപ്പിൾസ്, കോർപ്പറേറ്റ് ഗവർണൻസിന്റെ ഗ്ലോബൽ പ്രിൻസിപ്പിളുകളെ പറ്റി പറയുന്നത് ഏതാ എന്നൊക്കെ ചോദിച്ചാൽ അത് OECD ആണ്. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഗ്ലോബലൈസേഷൻ കോർപ്പറേറ്റ് ഗവർണൻസിനെ ബാധിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. എങ്ങനെയാണ്? ലോകമെമ്പ കമ്പനീസ് അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലെ, ഗ്ലോബലൈസേഷൻ വന്നപ്പോൾ ഒത്തിരി അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ട്രാൻസാക്ഷൻസും കാര്യങ്ങളൊക്കെ കൂടി, അപ്പം കോർപ്പറേറ്റ് ഗവർണൻസിന്റെ നീഡ് എന്ന് പറയുന്നത് കൂടുകയാണ് ചെയ്തത്. അങ്ങനെ OECD ഓർഗനൈസേഷൻ ഫോർ എക്കണോമിക് കോപ്പറേഷൻ ആൻഡ് ഡെവലപ്മെന്റിന്റെ പ്രിൻസിപ്പിൾസും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നു. പിന്നീട് എന്താണ്? നമ്മുടെ ചിന്ത, നമ്മുടെ ആറ്റിറ്റ്യൂഡിലുപരി നമ്മുടെ ഒരു കാഴ്ചപ്പാട് അല്ലെ, കാഴ്ചപ്പാട് മാറി. എന്താണ്? സ്റ്റേക്ക് ഹോൾഡർ അപ്രോച്ചിലേക്ക് വന്നു. ഷെയർ ഹോൾഡേഴ്സിന് മാത്രം ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്ന ആ ഒരു കാഴ്ചപ്പാടിൽ നിന്നും എന്തിലേക്ക് മാറി? സ്റ്റേക്ക് ഹോൾഡർ ആരാ? നമ്മുടെ കമ്പനിയിൽ താല്പര്യമുള്ള ഏതൊരു വ്യക്തിയും സ്റ്റേക്ക് ഹോൾഡർ ആണ്. ഇത് ഗവൺമെന്റ് ഉണ്ട്, എംപ്ലോയീസ് ഉണ്ട്, അതിൽ ഓണർ, ഷെയർ ഹോൾഡറും പെടും അല്ലെ, കസ്റ്റമേഴ്സ് ഉണ്ട്. എല്ലാ പാർട്ടീസും, കമ്പനിയുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള എല്ലാ പാർട്ടീസിനെയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു അപ്രോച്ചിലേക്ക് പയ്യെ നമ്മൾ മാറി. ഇതെല്ലാം കോർപ്പറേറ്റ് ഗവർണൻസിന്റെ എമർജൻസിന്റെ ഒരു പാതയാണ് നമ്മൾ പറയുന്നത്. പിന്നെ ഡിജിറ്റൽ ടെക്നോളജിയിൽ ഉണ്ടായ
മാറ്റങ്ങൾ, ഡിജിറ്റൽ ഗവേണൻസ് ഒക്കെ പിന്നീട് വന്നു അല്ലെ. ഡിജിറ്റലി നമ്മൾ ഗവേണൻസ് ഇപ്പോൾ ഉണ്ട്. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സാബനിസ് ഓക്സ്ലി ആക്ട് 2002. ഇതിന്റെ വർഷവും ഓർത്തിരിക്കുക, സാബനിസ് ഓക്സ്ലി ആക്ട് 2002. അടുത്ത കോർപ്പറേറ്റ് ഗവേണൻസിന്റെ ഒരു ആക്ട് ആണ് നമ്മൾ പറയുന്നത്. ഇത് US ബേസ്ഡ് ആണ്. ഇത് സാബനിസ് ഓക്സ്ലി, ഇതിൽ എസ് ആണല്ലോ പറയുന്നത്. കാഡ്ബറി എന്ന് പറയുമ്പോൾ UK, സാബനിസ് ഓക്സ്ലി എന്ന് പറയുമ്പോൾ എന്താണ്, US ബേസ്ഡ് ആണിത്. ഇനി ഇതോ, all over the world there was a renowned interest in corporate governance after the collapse of number of large companies in US such as Enron, WorldCom etc. നമ്മൾ പറഞ്ഞു അല്ലേ, US-ൽ ഈ രണ്ട് കമ്പനീസിലുണ്ടായ പ്രശ്നങ്ങളാണ് കോർപ്പറേറ്റ് ഗവേണൻസിന് ഇത്രമാത്രം എന്താണ് ഇമ്പോർട്ടൻസ് കൊടുത്തത്. ഈ രണ്ട് കമ്പനീസും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതിനുള്ളൊരു എന്താണ് ഒരു റെസ്പോൺസ് എന്നുള്ള രീതിയിലാണ് അമേരിക്കയിലാണ് ഈ ഒരു ആക്ട് വരുന്നത്. The US Securities and Exchange Commission responded quickly and the governance passed Sarbanes-Oxley Act, popularly known as SOX. SOX എന്നറിയപ്പെടുന്നത് ഏത് ആക്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാബനിസ്-ഓക്സ്ലി ആക്ട് ആണ് SOX എന്നറിയപ്പെടുന്നത്. 2002 ഇത് വന്നിട്ടുള്ളത്. ഓക്കെ. The act made fundamental changes in areas like auditors' independence, corporate responsibility, financial disclosures. ഇതിനൊക്കെ ഒത്തിരി കാര്യങ്ങൾ ഈ ആക്ട് കോൺട്രിബ്യൂട്ട് ചെയ്തു. The act provides severe penalties for default by managers and auditors. മാനേജേഴ്സിന്റെ ഭാഗത്തു നിന്നോ ഓഡിറ്റേഴ്സിന്റെ ഭാഗത്തു നിന്നോ ഒക്കെ വീഴ്ചകൾ സംഭവിച്ചാൽ പെനാലിറ്റി കൊടുക്കണമെന്ന് പറഞ്ഞ് എംഫസൈസ് ചെയ്ത ആക്ട് ഏതാണ്, സാബനിസ്-ഓക്സ്ലി ആക്ട് ആണ്. പിന്നെ കോംപ്രിഹെൻസീവ് കോഡ്, നമ്മൾ കമ്പൈൻഡ് കോഡ് പറഞ്ഞു അല്ലെ, ഹാംപെൽ കമ്മിറ്റിയുടെ. ഇവിടെ എന്താണ് നമ്മൾ പറയുന്നത്, കോംപ്രിഹെൻസീവ് കോഡ്. ഇൻ 2002 ഡെറിക് ഹിഗ്സ് was appointed to study the whole issue of corporate governance and to draw a single comprehensive code. 2002 ഡെറിക് ഹിഗ്സ് എന്ന് പറയുന്ന വ്യക്തിയെ അപ്പോയിന്റ് ചെയ്തു. എന്തിനു വേണ്ടിയിട്ട്, കോർപ്പറേറ്റ് ഗവേണൻസിൽ ഉണ്ടായിട്ടുള്ള മുഴുവൻ പ്രശ്നങ്ങളെയും പറ്റി പഠിക്കുവാനും ഒരൊറ്റ കോംപ്രിഹെൻസീവ് കോഡ് ഡെവലപ്പ് ചെയ്യുവാനും ആരെ ഏൽപ്പിച്ചു, ഡെറിക് ഹിഗ്സിനെ ഏൽപ്പിച്ചു. അങ്ങനെ കോംപ്രിഹെൻസീവ് കോഡ്, ഒരു സിംഗിൾ കോംപ്രിഹെൻസീവ് കോഡ് ഓൺ കോർപ്പറേറ്റ് ഗവേണൻസ് ഡെവലപ്പ് ചെയ്ത വ്യക്തി ആരാണ്, ഡെറിക് ഹിഗ്സ്. അല്ലെങ്കിൽ ഡെറിക് ഹിഗ്സ് എന്താണ് ഡെവലപ്പ് ചെയ്തത്, കോംപ്രിഹെൻസീവ് കോഡ്. എന്താണ് കോംപ്രിഹെൻസീവ് കോഡ്, ഒരു സിംഗിൾ കോഡാണ്. അതിനകത്ത് അത് എന്തിനെ ബേസ് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്, ആ സമയത്ത് കോർപ്പറേറ്റ് ഗവേണൻസിൽ ഉണ്ടായിരുന്ന, ആ മേഖലയിൽ ഉണ്ടായിരുന്ന, കമ്പനികളിൽ ഉണ്ടായിരുന്ന എല്ലാ പ്രശ്നങ്ങളെയും പറ്റി പഠിച്ചിട്ട് ഒരു സിംഗിൾ കോംപ്രിഹെൻസീവ് കോഡ് ഉണ്ടാക്കി. The report was given in 2003. 2002 ഇത് വന്നു എങ്കിലും റിപ്പോർട്ട് കൊടുക്കുന്നത് എപ്പോഴാണ്, 2003 ആൻഡ് ദിസ് വാസ് പാസ്ഡ് ടു ദ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് കൗൺസിൽ. ഈ റിപ്പോർട്ട് ആർക്ക് പാസ് ചെയ്തു, കോംപ്രിഹെൻസീവ് കോഡ് അല്ലെ, കോംപ്രിഹെൻസീവ് കോഡ് റിപ്പോർട്ട് ഡെറിക് ഹിഗ്സ് ആർക്ക് പാസ് ചെയ്തു, നമ്മുടെ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് കൗൺസിലിങ്ങിന് കൊടുത്തു. FRC had representatives from industry, commerce and other professions. ഈ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് കൗൺസിൽ എന്ന് പറയുന്നത് ആരൊക്കെ കൂടുന്നതാണ്, ഒത്തിരി ഇൻഡസ്ട്രിയിൽ നിന്നുള്ള റെപ്രസെൻറ്റേറ്റീവ്സും കൊമേഴ്സിൽ നിന്നും പ്രൊഫഷൻസിൽ നിന്നുമുള്ള റെപ്രസെൻറ്റേറ്റീവ്സ് ഉണ്ട്. FRC ഈ കോഡിനെ ഡ്രാഫ്റ്റ് ചെയ്ത വർഷം 2003. അപ്പോൾ എന്താണ്, കോർപ്പറേറ്റ് മേഖലയിലുള്ള പ്രശ്നങ്ങളെ എല്ലാം പഠിച്ചിട്ട് ഒരു സിംഗിൾ കോംപ്രിഹെൻസീവ് കോഡ് ഉണ്ടാക്കണമെന്നും പറഞ്ഞ് ഡെറിക് ഹിഗ്സിനെ അപ്പോയിന്റ് ചെയ്തു. അങ്ങനെ 2002 അദ്ദേഹം അപ്പോയിന്റ് ചെയ്യപ്പെട്ടു. ഒരു സിംഗിൾ കോംപ്രിഹെൻസീവ് കോഡ് ഉണ്ടാക്കി ആർക്ക് കൊടുത്തു, ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് കൗൺസിലിങ്ങിന് കൊടുത്തു. ഈ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതിനകത്ത് കൊമേഴ്സിൽ നിന്നും ഇമ്പോർട്ടൻ്റ് ആളുകളുണ്ട്, ഇൻഡസ്ട്രിയലിസ്റ്റുകൾ എല്ലാവരും ഉണ്ട്. അങ്ങനെ അവരൊരു കോംപ്രിഹെൻസീവ് കോഡ് ഡ്രാഫ്റ്റ് ചെയ്ത വർഷം എപ്പോഴാണ്, 2003. കോർപ്പറേറ്റ് ഗവേണൻസിലെ ബേസിക് ആയിട്ടുള്ള കുറച്ച് പ്രിൻസിപ്പിൾസ് നമുക്ക് നോക്കാം. എന്തൊക്കെയാണ്, അക്കൗണ്ടബിലിറ്റി, ഫെയർനെസ്, ട്രാൻസ്പെറൻസി, ഇൻഡിപെൻഡൻസ്, ഇത് പിന്നെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. 5 കാര്യങ്ങളാണ് കോർപ്പറേറ്റ് ഗവേണൻസിന്റെ ബേസിക് ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ്. അപ്പൊ ഓപ്ഷനിൽ ചോദിക്കും ഇതിൽ പ്രിൻസിപ്പിൾ അല്ലാത്തത് ഏത് എന്നൊക്കെ ചോദിക്കും. അപ്പൊ ഏതൊക്കെയാണെന്ന് ഓർത്തിരിക്കുക, അക്കൗണ്ടബിലിറ്റി, ഫെയർനെസ്, ട്രാൻസ്പെറൻസി, ഇൻഡിപെൻഡൻസ്, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. അക്കൗണ്ടബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, ഉത്തരവാദിത്വത്തോടു കൂടി പെരുമാറുക, ബീങ് അക്കൗണ്ടബിൾ, ബീങ് ആൻസറബിൾ അല്ലെ, അതാണ് എന്ത് അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത്. ഉത്തരവാദം ഉണ്ടാകുക, നമ്മൾ ചെയ്യുന്ന കാര്യത്തിന് നമ്മൾ ആൻസറബിൾ ആവുക, ഉത്തരവാദിയാവുക, അതാണ് അക്കൗണ്ടബിലിറ്റി. എന്താണ് ഫെയർനെസ്, നമ്മൾ എന്ത് ചെയ്താലും സത്യസന്ധമായിട്ട് ചെയ്യുക, ഫെയർനെസ്, ട്രൂത്ത്ഫുൾ ആയിട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഫെയർനെസ് എന്ന് പറയുന്നത്. ട്രാൻസ്പെറൻസി, സുതാര്യമായിട്ട് ചെയ്യുക,
അല്ലെ, ട്രാൻസ്പെറന്റ് ആയിരിക്കണം, ഒളിവും മറയുമില്ലാതെ സുതാര്യമായിട്ട് കാര്യങ്ങൾ ചെയ്യുക. ഇൻഡിപെൻഡൻസ് എന്താണ്? നമ്മൾ എപ്പോഴും ഇൻഡിപെൻഡന്റ് ആകുക, മറ്റ് കാര്യങ്ങളെ അല്ലെ ഡിപ്പെൻഡ് ചെയ്യാതെ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഓരോ കമ്പനികളും ഇൻഡിപെൻഡന്റ് ആയിട്ട് നമ്മുടെ കാര്യങ്ങൾ ചെയ്യുക. അതിനെയാണ് നമ്മൾ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത്. സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, സമൂഹത്തിനോട് അല്ലെ സൊസൈറ്റിയോട് റെസ്പോൺസിബിൾ ആവുക. ഇതാണ് കോർപ്പറേറ്റ് ഗവർണൻസിന്റെ ബേസിക് ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ്. ഓക്കെ, അപ്പോൾ കോർപ്പറേറ്റ് ഗവർണൻസ് എന്ന് പറയുന്നത് നമ്മുടെ HSSTക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് പഠിക്കാനുണ്ട്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം ഇങ്ങനത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്ലാസ്സുകളും വിവരങ്ങളും നിങ്ങൾക്ക് കിട്ടാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ HSST കോമേഴ്സ് CCയുടെ HSST കോമേഴ്സ് ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. ഓൾറെഡി നമ്മൾ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. നമുക്ക് HSST അധ്യാപകരാകുക എന്ന് പറയുന്നത് നമ്മുടെ സ്വപ്നമാണല്ലോ. സെറ്റും BEd എല്ലാം നമ്മുടെ കയ്യിലുണ്ട്. നമുക്ക് ഇത് ഗവൺമെന്റിൽ ഒരു അധ്യാപികയാകുക എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഡ്രീം കം ട്രൂ അല്ലെ. അതിന് വേണ്ടിയിട്ട് ഒട്ടും വൈകാതെ ഈ കോൺടാക്ട് നമ്പറിൽ 8589083568 എന്ന് പറയുന്ന ഈ കോൺടാക്ട് നമ്പറിൽ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്ത് നിങ്ങൾ നമ്മുടെ ബാച്ചിൽ ഭാഗമാവുക. എല്ലാവർക്കും ഗുഡ് ലക്ക്.